ബാംഗ്ലൂരിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ പോയത് ഐക്യയിലോട്ട്. ബാംഗ്ലൂർ ചൂസ് ചെയ്യാൻ കാരണം തന്നെ ഐക്യയാണ്. ഐക്യ വന്നപ്പം തൊട്ട് ബാംഗ്ലൂരിൽ പോകണം, ഐക്യയിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്ന സെക്കൻഡ് ഡേ തന്നെ നമ്മൾ ആദ്യം പ്ലാൻ ഇട്ടത് ഐക്യയിലോട്ട് പോകാൻ തന്നെയാണ്. അങ്ങനെ IIMBയുടെ അടുത്തായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ BTM ലേഔട്ടിന് നമ്മൾ ഊബർ ഓട്ടോ ആയിരുന്നു ചൂസ് ചെയ്തത്. അത് 93 റുപ്പീസായിരുന്നു ഫെയർ വന്നത്. BTM ലേഔട്ടിൽ നിന്ന് നാഗസാന്ദ്ര ഐക്യയിലോട്ട് പോകാൻ ഡയറക്റ്റ്ലി മെട്രോസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യെല്ലോ ലൈനിലാണ്, നാഗസാന്ദ്ര ഉള്ളത് ഗ്രീൻ ലൈനിലാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ഇൻ്റർചേഞ്ച് ഉണ്ട്. രാഷ്ട്രീയ വിദ്യാലയ റോഡിൽ ചെന്നിട്ട് നമ്മൾ ഗ്രീൻ ലൈനിലോട്ട് ചേഞ്ച് ആകണം. BTMൽ ഒത്തിരി റഷൊന്നും ഇല്ലായിരുന്നു. പക്ഷേ RV റോഡിൽ വന്നപ്പം തന്നെ എല്ലാവരും ഒരു സ്ഥലത്ത് നോക്കി ഓടുമായിരുന്നു. ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങളും അതേപോലെ വണ്ടറടിച്ചിരിക്കുമ്പോഴാണ് താഴോട്ട് ചെന്നപ്പം ഭയങ്കര റഷും ക്യൂലൊക്കെ ആയിരുന്നു. കൊച്ചിയിൽ നമുക്ക് മെട്രോസൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇത്രയും തിരക്കൊന്നും ഇല്ല, പിന്നെ ഇത്രയും ഇൻ്റർചേഞ്ചും ഇല്ല. പക്ഷേ ബാംഗ്ലൂരിൽ പേർപ്പിൾ ലൈൻ, ഗ്രീൻ ലൈൻ, യെല്ലോ ലൈൻ, പിങ്ക് ലൈൻ, പിന്നെ ബ്ലൂ ലൈൻ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഇപ്പോൾ ഇത്രയും ഇൻ്റർചേഞ്ച് ഉണ്ടായിട്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ആദ്യം ചെല്ലുന്നവർക്ക് കാണും. കൊച്ചിയിൽ പാലാരിവട്ടത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഇൻ്റർചേഞ്ച് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവിടെ ഇത്ര തിരക്കൊക്കെ വരുമോ കണ്ടറിയാം. അങ്ങനെ കഥ പറഞ്ഞിരുന്ന് നമ്മൾ 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നാഗസാന്ദ്രയിലെത്തി എത്തി. നമുക്ക് ഇങ്ങനെ ടോട്ടൽ ചാർജ് വന്നത് 295 ആയിരുന്നു 3 പേർക്കും കൂടെ. അങ്ങനെ ഐക്യയുടെ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.